പട്ടാപ്പകൽ വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടമ്മയെ ആക്രമിച്ച് ബോധം കെടുത്തിയ ശേഷം ജനലിൽ കെട്ടിയിട്ടു. ആലപ്പുഴ കലവൂർ കാട്ടൂരിലാണ് സംഭവം. മണ്ണഞ്ചേരി പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരും. ആലപ്പുഴ കാട്ടൂരിലെ മുഖംമൂടി ആക്രമണം അന്വേഷണം ഊർജിതം. മാരാർകുളം തെക്ക് പഞ്ചായത്ത് 19-ാം വാർഡ് കാട്ടൂർ പുത്തൻപുരയ്ക്കൽ ജോൺകുട്ടിയുടെ ഭാര്യ 58 വയസ്സുള്ള തങ്കമ്മയാണ് ആക്രമണത്തിന് ഇരയായത്. ബുധനാഴ്ച രാവിലെ ജോലിക്ക് പോയ മകൻ ജോൺ പോൾ ഉച്ചയോടെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് മാതാവിനെ അബോധാവസ്ഥയിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടത്. തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ചെട്ടിക്കാട് ഗവൺമെൻറ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. അക്രമിയുടെ മർദ്ദനത്തിൽ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബോട്ടിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഭർത്താവ് ജോൺ 2 ആഴ്ച കൂടുമ്പോൾ മാത്രമാണ് വീട്ടിൽ വരാറുള്ളത്. മകൻ ജോൺ പോൾ രാവിലെ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. തിരികെ എത്തി വിളിച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നതോടെ അടുക്കള ഭാഗത്ത് ചെല്ലുകയും തുറന്നു കിടന്ന വാതിലൂടെ അകത്ത് കയറുകയുമായിരുന്നു. അടുക്കളയ്ക്ക് സമീപത്തുള്ള മുറിയിൽ ജനൽ കമ്പിയോട് ചേർത്ത് കെട്ടിയിട്ട നിലയിലാണ് തങ്കമ്മയെ കണ്ടത്. അപ്പോൾ തങ്കമ്മ അബോധാവസ്ഥയിലായിരുന്നു. കിടപ്പുമുറിയിലെ അലമാര തുറന്ന് വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. സ്വർണം വീട്ടിൽ സൂക്ഷിക്കാത്തതിനാൽ ഇവ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ജോൺ പോൾ പറഞ്ഞു. ജോണിൻ്റെ മുറിയിൽ 3000-ഓളം രൂപയും ഉണ്ടായിരുന്നു. എങ്കിൽ ഇത് നഷ്ടപ്പെട്ടിട്ടില്ല. മണ്ണഞ്ചേരി പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ആളുകൾ അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി അത് ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നൊരു പ്രദേശമാണ്, നാട്ടിൻപുറമാണ്. അപ്പം അതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:45 ഈ വീട്ടിൽ ഉള്ള ഈ വിക്റ്റിമായ സ്ത്രീയുടെ മോൻ തൊഴിൽ സംബന്ധമായ കാര്യത്തിന് വേണ്ടി പുറത്തു പോയി. അതിനുശേഷം ഈ അമ്മ കിടന്നു ഉറങ്ങി 8 മണിയോടുകൂടി ആണ് ഇതേ രീതിയിലൊരു അക്രമം ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. അവരുടെ ഇപ്പം ഈ സംഭവത്തിന് ശേഷം കൂടുതൽ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലൊരു മാനസികാഘാതത്തിലാണ് നമ്മുടെ ഈ വിക്റ്റിമായിട്ടുള്ള സ്ത്രീകളുള്ളത്. അവർ ആ മാനസിക നില ആ പ്രയാസം തരണം ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ വ്യക്തത കിട്ടുന്ന രീതിയിൽ അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു, മണ്ണഞ്ചേരി CI ടോൾസൺ ജോസഫ്, SI KR ബിജു തുടങ്ങിയവർ സ്ഥലത്തെത്തി ആണ് തെളിവെടുപ്പ് നടത്തിയത്. അന്വേഷണം തുടരുകയാണെന്ന് ഡിവൈഎസ്പി MR മധുബാബു പറഞ്ഞു. വിൻ മീഡിയ, ആലപ്പുഴ.